മഞ്ജു, എന്റെ പ്രോഗ്രാമിന്റെ ഫൈനൽ റൗണ്ട് ആണ് എന്ന് നീ എല്ലാവരോടും SMS ചെയ്യാൻ പറയണേ. അമ്മേ, രേഷ്മ വിളിച്ചിരുന്നു, അവളുടെ പ്രോഗ്രാം തുടങ്ങാൻ സമയമായിന്ന്. അച്ഛനോട് വേഗം വരാൻ പറ. ശരിയാ, ഓഫീസിൽ നിന്ന് വാസുദേവൻ പറഞ്ഞിരുന്നു. നടക്കാൻ പോകുന്നത് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജൂനിയർ അംഗങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ പ്രോഗ്രാമിന് പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളുടെ മത്സരാർത്ഥികൾ കൊണ്ടുവന്ന വിഷ്വൽ അടിസ്ഥാനമാക്കിയായിരിക്കും ഇന്നത്തെ വിരുന്നതയം. ആദ്യമായി നമുക്ക് രേഷ്മയുടെ റിപ്പോർട്ട് ശ്രദ്ധിക്കാം. കേരളമെമ്പാടും മാതൃദിനമായി ആചരിക്കുമ്പോൾ ചില അമ്മ മനസ്സുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. കാലത്തിന്റെ കുത്തൊഴുക്കിൽ പലതും വികൃതമാകപ്പെടുമ്പോൾ മാതൃത്വത്തിന്റെ പവിത്രത ചോദ്യം ചെയ്യപ്പെടുന്നു. മാതൃത്വത്തിന്റെ ഭൂതകാലത്തിലേക്ക് ചില വിദ്യാർത്ഥികളുടെ ലഘു ചിത്രീകരണം നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നും ഉണ്ണി വരുന്നത് കാണാൻ എന്തു ഭംഗിയാ, പക്ഷേ ഇടത്താണി കഴിയിപ്പിക്കണം. എന്താ ഒരു വഴി? ഉണ്ണി ഓടി വന്ന ചേച്ചിയോടെ കാട്ടിത്തരാം. നമുക്ക് ആ കുന്നിന്റെ താഴേക്കൊന്ന് പോകാം. കാണുന്നില്ലല്ലോ. ഉണ്ണി, ഉണ്ണി, ഭൂതമേ, എന്റെ ഉണ്ണിക്ക് പകരമായി ഈ കണ്ണുകൾ ഞാൻ ദാനമായി തരാം. ഭൂതമേ, നൊന്ത് പെറ്റ അമ്മയ്ക്ക് മറ്റെന്തിനേക്കാൾ വലുത് സ്വന്തം കുഞ്ഞാണെന്നുള്ള സത്യം നീ മനസ്സിലാക്കുക. ജ്യേഷ്ഠ, ജോത്സ്യർ പറഞ്ഞതുപോലെ ചേട്ടത്തിയമ്മയാണല്ലോ കഞ്ഞിയുമായി വരുന്നത്. മതിൽ കെട്ടാം. എന്താ എല്ലാവരുടെയും മുഖത്തിൽ വിഷാദ ഭാവം? ഇത്രയേ ഉള്ളൂ കാര്യം. എന്റെ കൈയും ഇടം മാറും മാത്രം മതിലോടൊപ്പം ചേർക്കരുതേ. എന്റെ കുഞ്ഞ് വിശന്ന് കരയുമ്പോ എനിക്കവരെ പാരിയെടുത്ത് മുലയൂട്ടണം. ഉറ്റവരെ, ഈ കടപ്പാട് എന്നോട് നിങ്ങൾ കാണിക്കണം. എന്നാൽ ഇന്നത്തെ ചില അമ്മ മനസ്സുകളിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടിയാലോ? പണ്ടാരം ഉണ്ടാക്കുമ്പോൾ എന്റെ കഷ്ടാലം തുടങ്ങി. എപ്പോ നോക്കിയാലും കരച്ചില്. എല്ലാരും സുഖിച്ചാണ് നോക്കുമ്പോ എന്റെ അവസ്ഥ. നീ അതിനെ പ്രാകാതെ 6 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിന് നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, എന്നോടൊപ്പം വെച്ച് ഞാൻ കിടത്തി ഉറങ്ങിക്കോളാം. പക്ഷെ മോളെ, അവളത് ചെയ്തു മോളെ. ആ തുണി അലക്കണ മെഷീനിലിട്ട അവളെന്റെ കുട്ടീനെ വീട്ടുകാരോട് പറഞ്ഞപ്പോ അവര് പറയാ അവക്ക് മാനസിക രോഗാണെന്ന്. എത്ര ബുദ്ധിയില്ലെങ്കിലും നൊന്തു വെച്ച കുഞ്ഞിനെ കൊല്ലാൻ കഴിയോ മോളെ? മറ്റൊരു ഒഴിച്ചോടാൻ വേണ്ടി എന്റെ കുഞ്ഞിനെ അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിരിക്കാം. എന്നിട്ട് അവളുടെ ഒരു ഭീഷണി, പുറത്തു വന്ന് കൊല്ലൂന്ന്. എന്റെ പാവന്റെ കുട്ടി എത്ര സഹിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അമ്മമ്മേന്ന് വിളിച്ച് എന്നോട് വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തീരുമാനിച്ചു ലോകത്തിനെ അറിയിക്കണം. മക്കളെ കിട്ടി നിന്ന അമ്മമാർക്ക് പാഠമായിരിക്കട്ടെ എന്ന് കരുതിയാ. റിസൾട്ട് അറിയുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്. സ്വന്തം സുഖത്തിന് വേണ്ടി മക്കളെ വിട്ടു തിന്നുന്ന അമ്മമാരുടെ മുഖം ചൂണ്ടിക്കാണിച്ച് രേഷ്മയാണ് ബെസ്റ്റ് ഓഫ് ജേർണലിസ്റ്റ് സീസൺ 1 വിജയിയായിരിക്കുന്നത്. രേഷ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അതുപോലെ മക്കളെ വിട്ടു തിന്നുന്ന അമ്മമാരുടെ മുഖം ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചതാണ് എന്റെ വിജയമായി ഞാൻ കരുതുന്നത്. സഹൃദയരെ,